കൊല്ലാൻ ശ്രമിക്കുന്ന മഹി ആണോ അപ്പോൾ മാഷ്? ഞാൻ മാഷോട് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും അരുതെന്ന് പൃഥ്വി എന്നോട് കണ്ണുകൾ കൊണ്ട് വിലക്കി. അവളുടെ ജനനത്തോടെ ഞങ്ങൾക്ക് അമ്മയെ നഷ്ടമായി. പിന്നീട് ഞാനും എൻ്റെ അച്ഛനും തലയിലും താഴത്തും വെക്കാതെയാണ് അവളെ വളർത്തിയത്. കുറച്ച് കുറുമ്പ് കയ്യിലുണ്ടെങ്കിലും ഞങ്ങൾക്ക് അവളെ ജീവനായിരുന്നു. അവളെ വേദനിപ്പിക്കുന്നതൊന്നും ഞങ്ങൾ ചെയ്യാറില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു അവൾ രാമകൃഷ്ണനെ സ്നേഹിച്ചപ്പോഴും ഞങ്ങൾ എതിർക്കാതിരുന്നത്. എന്നാൽ വിവാഹം കഴിഞ്ഞിട്ട് 2 മക്കളുണ്ടായിരുന്നിട്ടും അവളുടെ ജീവിതത്തിൽ സന്തോഷമെന്നൊന്നും ഉണ്ടായിട്ടില്ല. രാമകൃഷ്ണനുമായി എന്നും വഴക്കായിരുന്നു. ഒടുവിൽ അവൾ അവിടെ നിന്നിറങ്ങി. കോടതി ഇളയ മകനെ അവളോടൊപ്പം വിട്ടു, മൂത്ത മകനെ അവനോടൊപ്പവും. പതിയെ മൂത്ത മകനെ രാമകൃഷ്ണൻ അവളുമായി അകറ്റി. അച്ഛനില്ലാത്ത വേദന കാരണം ഇളയ മകൻ ആത്മഹത്യ ചെയ്തു. പിന്നെ ഞങ്ങൾ അറിഞ്ഞത് രാമകൃഷ്ണൻ്റെ മരണവാർത്തയാണ്. അതറിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അവളുടെ മൂത്ത മകൻ എങ്ങോട്ടോ ഓടിപ്പോയിരുന്നു. രാമകൃഷ്ണനെ അവൻ കൊന്നിട്ട് പോകാനാണ് സാധ്യത. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവനെക്കുറിച്ച് ഒരറിവുമില്ല. അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാനാണ് നിങ്ങളെ കൊണ്ട് അന്വേഷിപ്പിച്ചത്. എല്ലാവരും കൂടി ഒരു പാവത്തിനെ കൊന്നിട്ട് അത് ആദിയുടെ നിലയിൽ കെട്ടിവെക്കുന്നോ? മാഷ് പറയുന്നത് കേട്ടപ്പോൾ എനിക്കാകെ ദേഷ്യം വന്നു. അത് മനസ്സിലാക്കിയിട്ടാവണം പൃഥ്വി എന്നെയും കൂട്ടി പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ആദി പറഞ്ഞ മഹി മാഷ് തന്നെ ആവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ആദി ഉറപ്പായിട്ടും അയാളെ കൊല്ലും. അയാളുടെ അഭിനയം കണ്ടില്ലേ? ഒരാളെ കൂട്ടം ചേർന്ന് കൊന്നിട്ട് വേറെയാളുടെ മേൽ ആ കുറ്റം ചുമത്തുന്നു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും പൃഥ്വിയിൽ നിന്നും മറുപടി ഒന്നും ഉണ്ടായില്ല. നീ എന്താണ് ഒന്നും പറയാത്തേ? ഇനി മാഷ് പറഞ്ഞതാണ് സത്യമെങ്കിലോ? ആദ്യം നിന്നോട് കള്ളം പറഞ്ഞതായിക്കൂടെ? സത്യം എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. ആദിക്ക് എന്നോട് കള്ളം പറയേണ്ട ആവശ്യം എന്താ? എല്ലാം മറച്ചു വെച്ചാൽ മതിയായിരുന്നല്ലോ. എല്ലാ സത്യങ്ങളും ഞാൻ അറിയണമെന്ന് കരുതിയല്ലേ എന്നോട് പറഞ്ഞത്. മാഷ് പറഞ്ഞൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവർ വേറെ വിവാഹം കഴിച്ച കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. നീ പറയുന്നതൊക്കെ ശരിയാണ് അതു. പക്ഷേ ആദി ശത്രുവാണെങ്കിൽ മാഷ് എന്തിനാ അവനെക്കുറിച്ച് അന്വേഷിക്കുന്നത്? അതാണ് എനിക്കും മനസ്സിലാവാത്ത ഋതി. ഇനിയും എന്തൊക്കെയോ നമ്മൾ അറിയാൻ ബാക്കിയുണ്ട്. ആദി, നീ പറഞ്ഞതൊക്കെ സത്യമാണോ? നിനക്കും എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല ആദി. മാഷ് പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ. മാഷോ? ഇന്ന് ഞാൻ ഒരാളെ കണ്ടിരുന്നു. ആരെ? മഹിയോ? അതെ, മഹി. എൻ്റെ ദേവൻ മാഷ്. മാഷ് പറഞ്ഞത് നീ നിന്റെ അച്ഛനെ കൊന്ന് നാട് വിട്ടെന്നാ. മാഷ് പറഞ്ഞതൊക്കെ ഞാൻ ആദിയോട് പറഞ്ഞു. അതൊക്കെ കേട്ടിട്ട് അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു. നിന്നെ കണ്ടുപിടിക്കാൻ അയാൾ എന്നെയും ഋഥ്വിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ചെറ്റ ഇപ്പം എവിടെയുണ്ട്? എനിക്ക് നന്നായിട്ടത് കാണണം. അപ്പം എന്നെ കഴിവേറിയെ. അവൻ്റെ ദേഷ്യം കണ്ടപ്പോൾ പറഞ്ഞത് അബദ്ധമായി എന്ന് തോന്നിപ്പോയി എനിക്ക്. ഞങ്ങളുടെ സംസാരമെല്ലാം കേട്ട് ഋഥ്വി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞാനെല്ലാം അറിഞ്ഞു ആദി. നീ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അവർ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് നീ നൽകിയത്. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. അത് മറ്റാരെയും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. അല്പം നീരസത്തോടെ അവൻ പറഞ്ഞു. ആർദ്ര, എനിക്ക് ആദിയോട് അല്പം പേഴ്സണലായി സംസാരിക്കാനുണ്ട്. പൃഥ്വി പറഞ്ഞതിലെ പൊരുൾ മനസ്സിലായതുകൊണ്ട് ഞാൻ വേഗം അവിടെ നിന്നും മാറിക്കൊടുത്തു. അപ്പോഴും വലിയ താല്പര്യമില്ലാത്ത മട്ടിലായിരുന്നു ആദിയുടെ നിൽപ്പ്. അമ്മ, താങ്ക് യു സോ മച്ച്. പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ പഴയ പൊന്നുമാണ് ആർദ്ര എന്ന് ഞാൻ അറിയില്ലായിരുന്നു. അമ്മയെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ച് തോളിൽ തല വെച്ചുകൊണ്ട് ധ്രുവൻ പറഞ്ഞു. എന്താ ചന്തു, പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം? പതിവില്ലാത്തതോ? എനിക്ക് എപ്പോഴും അമ്മയുടെ സ്നേഹം തന്നെയല്ലേ. അല്പം പരിഭവത്തോടെ തോളിൽ നിന്നും മാറി അമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് ധ്രുവൻ ചോദിച്ചു. സ്നേഹമില്ലെന്ന് ഞാൻ പറഞ്ഞോ? പ്രകടിപ്പിക്കുന്നത് എപ്പോഴെങ്കിലും ആണെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്കറിയാം ഈ മനസ്സ് നിറയെ എല്ലാവരോടുമുള്ള സ്നേഹമാണെന്ന്. അതുകൊണ്ട് എൻ്റെ മോനെ എന്താഗ്രഹവും എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സാധിച്ചു തരും. വാത്സല്യത്തോടെ ധ്രുവൻ്റെ മുടിയിഴകളെ കരോടിക്കൊണ്ട് അമ്മ പറഞ്ഞു. ധ്രുവൻ മറുപടി ഒരു ചിരിയിലൊതുക്കി. എന്താണ് ചിരിക്കുന്നത്? അമ്മ, എനിക്കൊരാഗ്രഹം കൂടി സാധിച്ചു തരുമോ? എന്താഗ്രഹം? എൻ്റെ ദച്ചുവിൻ്റെ കണ്ണീരിൻ്റെ കാരണക്കാരൻ ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹം. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ അമ്മയ്ക്ക് മാത്രമേ അറിയൂ. നിന്നോട് പറയേണ്ടതാണെങ്കിൽ ഞാനത് മുന്നേ പറയില്ലായിരുന്നു മോനെ. നീ അതറിയണ്ട. അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട.
അമ്മ പറയാതെ തന്നെ ഞാനിത് കണ്ടുപിടിച്ചോളാം. വേണ്ട ചന്തു, ഇനി അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട. അവളുടെ മനസ്സിലും ഇപ്പം പഴയതൊന്നുമില്ല. അത് മതി നമുക്ക്. ധ്രുവനൊന്നും മൂളിക്കൊണ്ട് എഴുന്നേറ്റ് പോയി. ഇതെല്ലാം റൂമിലിരുന്ന് കേട്ട ദച്ചുവിൻ്റെ കണ്ണ് എന്തുകൊണ്ടോ ഒഴുകിക്കൊണ്ടിരുന്നു. ഗ്രൗണ്ടിൽ ഋത്വി തനിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. ഡാ, നീ എന്താ ഒറ്റയ്ക്കിരിക്കണേ? ആദ്യം ഇവിടെ പോയി. നിങ്ങൾ എന്ത് സംസാരിച്ചേ? ഞാൻ പിന്നെയും എന്തൊക്കെയോ ചോദിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല. പകരം എന്നോട് കാറിൽ കയറാൻ പറഞ്ഞു. കുറേ നേരം ഡ്രൈവ് ചെയ്തിട്ടും എവിടേക്കാ പോകണമെന്ന് പറഞ്ഞില്ല. ഒടുവിൽ സ്ഥലമെത്തിയപ്പോൾ മനസ്സിലായി അത് ആദിയുടെ വീട്ടിലേക്കായിരുന്നു എന്ന്. എന്നെ അവിടെ നിർത്തിയിട്ട് അവൻ അവിടെ ആകെ നടന്നു നോക്കുന്നുണ്ടായിരുന്നു. പൃഥ്വി, നീ എന്തി നോക്കുന്നേ? ദാ ഇത് കണ്ടോ? ഇതുപോലെ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ നോക്കിയതാ. ഒരു ചിതറിച്ച ഫോട്ടോ അവൻ എനിക്ക് കാണിച്ചു തന്നുകൊണ്ട് പറഞ്ഞു. ആ ഫോട്ടോയിലുള്ളത് ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് ഒട്ടും പ്രയാസമുണ്ടായിരുന്നില്ല. ഇത് ആദിയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ അല്ലേ? മറ്റേത് അവൻ്റെ അച്ഛൻ, പൃഥ്വി പറഞ്ഞു. ഇതുകൊണ്ട് എന്താ കാര്യം? കാര്യമുണ്ടല്ലോ. പറഞ്ഞിട്ട് രാമകൃഷ്ണനെ ഇവിടെ ആർക്കും അറിയില്ല. ഫോട്ടോ കാണിച്ച് അന്വേഷിച്ച് നോക്കാം. ആരോട്? അതൊക്കെയുണ്ട്, നീ വാ. അവിടെ നിന്ന് നേരെ പോയത് ദേവൻ മാസ്റ്റർ വീട്ടിലേക്കാണ്. പക്ഷെ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. പൃഥ്വി, വീട് പൂട്ടിയിരിക്കുകയാണല്ലോ. അവിടെ നിന്ന് കിട്ടിയതുപോലെ എന്തെങ്കിലും പ്രതീക്ഷിച്ചു വന്നതാണ്. വെറുതെയായി. നീ ശ്രദ്ധിച്ചിരുന്നോ? നമ്മളിവിടെ കുറേ പ്രാവശ്യം വന്നിട്ടും അകത്തേക്കൊന്നും കയറിയിട്ടില്ല, വിളിച്ചിട്ടുമില്ല. അതിനകത്ത് നമ്മൾ അറിയാൻ പാടില്ലാത്ത എന്തോ ഉണ്ട് എന്നല്ലേ അതിനർത്ഥം? പൃഥ്വി പറഞ്ഞ കാര്യം ഞാനും ആലോചിച്ച് നോക്കി. ശരിയാണ്, ഒരിക്കലും ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചിരുന്നില്ല. അയാൾ തന്നെയാണ് വില്ലനാവാൻ സാധ്യതയാകും. ഞങ്ങൾ അവിടെയൊക്കെ നോക്കി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അകത്തുനിന്ന് ആരോ ചുമയ്ക്കുന്നത് കേട്ടത്. ആ ശബ്ദം കേട്ട് ഞങ്ങൾ ആ വീട്ടിലേക്ക് തിരികെ കയറി. പഴകി ദ്രവിച്ച വാതിൽ ചവിട്ടി തുറക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അകത്ത് കയറി വിശദമായി എല്ലായിടവും നോക്കി. ആകെ 2 മുറി മാത്രമേ ആ വീട്ടിലുള്ളൂ. അവിടെ ഒരു മുറിയിൽ 70-75 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾ അവശനാണെന്ന് ഞങ്ങൾക്ക് തോന്നി. മേശപ്പുറയ്ക്കുന്നിരിക്കുന്ന ജഗ് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു അയാളെന്ന് തോന്നി. ഉടനെ ഞങ്ങൾ അയാൾക്ക് വെള്ളം എടുത്തു കൊടുത്തു. ആ മുറിയിൽ ആകെ മരുന്നിൻ്റെ ഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആരാ? ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ കയറി? ഞങ്ങൾ ദേവൻ മാഷിൻ്റെ സ്റ്റുഡൻസാണ്. മാഷ് ഇവിടെ ഇല്ലേ? ഇല്ല, മഹി പുറത്തു പോയിരിക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ വീട് അവൻ പൂട്ടിയിടും. മഹി എന്ന് കേട്ടപ്പോഴേ ആദ്യം പറഞ്ഞ മഹി ഇയാൾ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടു. മുറിയിൽ തൂക്കിയിട്ട ഫോട്ടോകളിലൂടെ ഞങ്ങൾ കണ്ണോടിച്ചു. ഇത് മുത്തശ്ശൻ്റെ മോളാണോ? അതെ, എൻ്റെ മോളാണ്. ഇപ്പോൾ വിദേശത്ത് എവിടെയോ ആണ്. ഞെട്ടലോടെ ഞാനും പൃഥ്വിയും പരസ്പരം നോക്കി. വിദേശത്തോ? പൃഥ്വി അതിശയത്തോടെ ചോദിച്ചു. അതെ, ഭർത്താവിൻ്റെ കൂടെ വിദേശത്താണ്. പെട്ടെന്ന് പിറകിൽ നിന്നും ശബ്ദമുയർന്നപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കി. മാഷായിരുന്നു. നിങ്ങളെന്താ ഇവിടെ? ഗൗരവത്തോടെയായിരുന്നു അയാളുടെ ചോദ്യം. അത് മാഷെ, ഞങ്ങൾ മാഷെ കാണാൻ വന്നതാ. നിങ്ങൾ ആ ഫോട്ടോയിൽ കാണുന്നതാണ് സുചിത്ര, രാമകൃഷ്ണൻ്റെ ഭാര്യ. അവളിന്ന് ജീവിച്ചിരിപ്പില്ല എന്ന കാര്യം അച്ഛനറിയില്ല. അതറിഞ്ഞാൽ അടുത്ത നിമിഷം അച്ഛൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അവൾ ഭർത്താവിനൊപ്പം വിദേശത്താണെന്നാണ് അച്ഛനോട് പറഞ്ഞിരിക്കുന്നത്. അവർ എങ്ങനെയാണ് മരിച്ചത്? ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത മട്ടിൽ പൃഥ്വി ചോദിച്ചു. ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. അവളും ഭർത്താവും യാത്ര ചെയ്തിരുന്ന കാർ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചതാണ്. പക്ഷേ സത്യം അതല്ല. അവളുടെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി സ്വന്തം മകൻ തന്നെയാണ് അവളെ ഇല്ലാതാക്കിയത്. അയാളുടെ സംസാരം കേട്ടപ്പോൾ എനിക്കാകെ ദേഷ്യം വന്നു. നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? അത് ഞങ്ങളോട് സത്യങ്ങളെല്ലാം പറഞ്ഞു. അവൻ്റെ അച്ഛനെ കൊന്നത് നിങ്ങളൊക്കെ കൂടിയാണെന്ന്. സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറെ ഒരാളുടെ കൂടെ പോയവളാണ് നിങ്ങളുടെ സഹോദരി. നിങ്ങളും അവരും അവരുടെ ഭർത്താവും ചേർന്നുള്ള ഉപദ്രവം സഹിക്കാൻ കഴിഞ്ഞിട്ടല്ലേ ആദ്യയുടെ അനിയൻ ആത്മഹത്യ ചെയ്തത്? പൃഥ്വി തടഞ്ഞിട്ടും പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ വായിൽ തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. അയാളുടെ മുഖത്ത് ആദ്യം ഒരു ഞെട്ടലുണ്ടായിരുന്നു. പതിയെ അത് ദേഷ്യമായി മാറി. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ അറിഞ്ഞതൊക്കെ സത്യമാണ്. അവൻ്റെ അച്ഛനെ പരലോകത്തേക്ക് അയച്ചത് ഞാൻ തന്നെയാണ്. അതും ഈ കൈകൾ കൊണ്ട്. അവരുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് യാതൊരു ശത്രുതയുമില്ല. അവൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് സഹായം ചോദിച്ചത്. ഇനി നിങ്ങളുടെ ആവശ്യം എനിക്കില്ല.
നിങ്ങൾ രണ്ടുപേരുമല്ലാതെ ഈ കാര്യം മൂന്നാമതൊരാൾ അറിയരുത്. അറിഞ്ഞാൽ എൻ്റെ പ്രതികരണം ഇങ്ങനെയായിരിക്കില്ല. ഒന്നിനെ കൊന്ന് തള്ളിയതാ, ഇനിയും രണ്ടെണ്ണത്തിനെ കൂടെ ഒഴിവാക്കാൻ എനിക്കൊരു മടിയുമില്ല. അതൊരു ഭീഷണിയായിരുന്നു. കൂടുതലൊന്നും പറയാതെ അയാൾ ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അയാളുടെ ഓരോ വാക്കുകളിലും പക നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അത് എന്നിലാൽ ഭീതിയുളവാക്കി. നീ എന്തൊക്കെയാ വിളിച്ചു കൂവിയത്? അയാളെക്കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാ. ഈസ് സോ ഡേഞ്ചർ. അന്ന് ഞാനും ആദ്യം നിന്നെ മാറ്റി നിർത്തി സംസാരിച്ചത് അയാളെക്കുറിച്ചാണ്. ആദ്യം പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നിന്നെയും എന്നെയും അയാളിനി വെറുതെ വിടുന്നു തോന്നുന്നില്ല. നിനക്കറിയോ, ആദിയുടെ അച്ഛനെ മാത്രമല്ല മറ്റു പലരെയും അയാൾ വക വരുത്തിയിട്ടുണ്ട്. ആദിയുടെ സഹോദരൻ ആത്മഹത്യ ചെയ്തതാണോ എന്ന് ഇപ്പോഴും ഉറപ്പില്ല. അതിനു പിന്നിലും ഇയാൾ തന്നെയാണോ എന്ന് സംശയമുണ്ട്. സഹോദരിയോടുള്ള അമിതമായ സ്നേഹം കാരണം അവളെ ശല്യപ്പെടുത്ത ഒരാളെ മുൻപും ഇയാൾ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. അതിന് വർഷങ്ങളായി ഇയാൾ ജയിലിലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ നമ്മുടെ സ്കൂളിൽ അധ്യാപകനായിട്ട് വന്നത്. ഊരും പേരും മാറ്റി. അതുകൊണ്ട് ആരും ഇയാളുടെ തനിനിറം അറിഞ്ഞില്ലെന്ന് മാത്രം. സോറി ഋത്വി, പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. സാരല്ലടി, ഇനി ഇതിൻ്റെ പുറകെ പോകണ്ട. ഇവർ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. നമ്മളൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? ഋത്വി പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലായെന്ന് തലയാട്ടി. വീട്ടിലെത്തിയിട്ടും മനസ്സിന് ഒരു സമാധാനവും ഉണ്ടായില്ല. ഋത്വി പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു മനസ്സിൽ. മഹി, അയാൾ ഇനിയും ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുമോ എന്ന അനാവശ്യമായ ഒരു ഭയം എന്നെയും പിടികൂടി. റൂമിൽ വെറുതെ കിടക്കുമ്പോഴാണ് അച്ഛൻ വന്ന് വിളിച്ചത്. മോളെ, ഇതാ ചന്തുവാണ്. അവൾ നിന്നോടെന്തോ സംസാരിക്കണമെന്ന്. ഡ്രാക്കു എന്തിനാ എന്നോട് സംസാരിക്കുന്നേ? അന്ന് അച്ഛൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ചന്തുവേട്ടനോട് എന്ത് പറയും? ഇതാ ലൈനിലുണ്ട് മോളെ. അച്ഛൻ വീണ്ടും ഫോൺ എടുത്ത് നീട്ടി. ഞാനത് വാങ്ങിയ ഉടനെ അച്ഛൻ റൂം വിട്ട് പുറത്തേക്ക് പോയി. ഹലോ പൊന്നു, എന്തൊക്കെയുണ്ടോ? അന്ന് വീട്ടിൽ വന്നപ്പോൾ ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ കൂടി കഴിഞ്ഞില്ല. എൻ്റെ ഒരു ഇഷ്ടം ഞാൻ അങ്കിളോട് പറഞ്ഞിരുന്നു. അങ്കിൾ ആ കാര്യം തന്നോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. എന്നിട്ട് തൻ്റെ തീരുമാനം എന്താ? അത് ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും. എൻ്റെ ശബ്ദത്തിലെ വിറയൽ മനസ്സിലാക്കിയിട്ടാവണം. ഇന്ന് പറയണ്ട, നാളെ നേരിൽ കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു. അതൊരു തരത്തിൽ എനിക്കും ആശ്വാസമായിരുന്നു. നാളെ വൈകിട്ട് കാണാമെന്ന് ഞാനും പറഞ്ഞു. എനിക്ക് മറ്റൊരു ഇഷ്ടമുണ്ടെന്ന് തുറന്നു പറയണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് ചന്തുവേട്ടനെ കാണാൻ പോയത്. എന്താടോ മുഖത്തൊരു വോൾട്ടേജ് കുറവ്? ഏയ് ഒന്നുമില്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, കേൾക്കാൻ ഞാൻ റെഡിയാ. എന്നെ ഇഷ്ടമല്ലെന്ന് മാത്രം പറയരുത്. നിറഞ്ഞ ചിരിയോടെ ധ്രുവൻ പറഞ്ഞു. എനിക്ക് ചന്തുവേട്ടനെ ഇഷ്ടമാണ്, പക്ഷേ ഏട്ടൻ കരുതുന്നത് പോലെയുള്ള ഒരു ഇഷ്ടമല്ലെന്ന് മാത്രം. ഡ്രാക്കുവിൻ്റെ മുഖത്ത് നോക്കി സത്യം പറയാൻ എനിക്കാവുമായിരുന്നില്ല. അതുകൊണ്ട് തിരിഞ്ഞു നിന്ന് ആദിയുടെ കാര്യവും എനിക്ക് അവനോടുള്ള ഇഷ്ടവും ഞാൻ പറഞ്ഞു. തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ മുഖത്തെ ഭാവം എന്താണെന്നറിയാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ഇറ്റ്സ് ഓക്കെ പൊന്നു, എൻ്റെ തെറ്റാണ്. തനിക്ക് മറ്റൊരു ഇഷ്ടമുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെയാണ് ഞാൻ ഇങ്ങനെയൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത്. റിയലി സോറി. തനിക്കും ആദിക്കും ഇടയിൽ ഒരു ശല്യമായി ഒരിക്കലും ഞാൻ വരില്ല കേട്ടോ. നിറഞ്ഞ കണ്ണുകളോടെ ചുണ്ടിൽ കൃത്രിമമായ ഒരു പുഞ്ചിരി വിരിയിച്ചെടുത്തുകൊണ്ട് ഡ്രാക്കു പറഞ്ഞു. ആ ഇടറിയ ശബ്ദത്തിൽ നിന്ന് തന്നെ അവൻ്റെ മനസ്സിലെ വേദന എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ എന്നെ ഒരുപാട് മനസ്സിലാക്കാൻ ഏട്ടന് കഴിഞ്ഞിരുന്നു. നോട്ടത്തിലും പെരുമാറ്റത്തിലും ആളൊരു അഹങ്കാരിയാണെന്ന് തോന്നുമെങ്കിലും അടുത്തറിയുമ്പോൾ മനസ്സിലാവും ആ മനസ്സിലെ നന്മ എത്രത്തോളം ഉണ്ടെന്ന്. തെറ്റ് കണ്ടാൽ പ്രതികരിക്കുകയും നല്ലത് കണ്ടാൽ അഭിനന്ദിക്കുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യൻ. അങ്ങനെ ഒരാളെ വേദനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല. പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് കൂടുതൽ വേദനിപ്പിക്കുക ആ മനസ്സിനെ തന്നെയായിരിക്കും. ഇനിയും അവിടെ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ധ്രുവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് നടന്നു. മനസ്സ് മറ്റെവിടെയോ ആയതുകൊണ്ടാവണം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ചീറിപ്പാഞ്ഞുകൊണ്ട് എനിക്ക് നേരെ വരുന്ന വാഹനം ഞാൻ കണ്ടിരുന്നില്ല.